ഹായ് പൊന്നപ്പനാണ്. നമ്മുടെ വണ്ടിയിൽ ഒരു സ്റ്റിയറിംഗ് കവർ അടിച്ചിടാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചു സ്റ്റിയറിംഗ് കവർ എന്നാ വിലയാകും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അന്നേരം എല്ലാവരും ഒരു 1000 രൂപ, 900 രൂപ, 850 രൂപ വിലയാണ് പറയുന്നത്. കാരണം ഇത് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്നത് നമ്മുടെ കണ്ണൂർ സൈഡിൽ നിന്നാണ് ഈ സ്റ്റിയറിംഗ് കവർ, ഈ മോഡൽ സ്റ്റിയറിംഗ് കവർ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നൊരു ദിവസം ഇതിനു വേണ്ടി മെനക്കെട്ടു. എന്നിട്ട് ഞാൻ തീരുമാനിച്ചു നമുക്ക് അങ്ങ് റെഡിയാക്കി എടുത്താൽ എന്താ കുഴപ്പമെന്ന് ഞാനങ്ങ് ചിന്തിച്ചു. അതിൻ്റെ രീതിക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തു. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഏറ്റവും പുതിയ മോഡൽ ഫോമാണ്. ഇത് നമ്മുടെ വണ്ടിയുടെ ബോണറ്റിലും അതായത് ഡാഷ്ബോർഡിലൊക്കെ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ വണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ കാര്യങ്ങൾ ചെയ്തു. നമ്മൾ പുറത്തൊക്കെ ചോദിക്കും കൊടുക്കത്ര റേറ്റ്. അപ്പോൾ ഞാൻ നിസ്സാരം നമ്മുടെ ഒരു ഇത് മേടിച്ചു. കണ്ട് ഇത് ഒട്ടിക്കാനായിട്ടുള്ള കണ്ടോ, ഇത് മേടിച്ചു. ഇതിന് എത്ര രൂപ? 100 രൂപയുള്ളൂ. 100 രൂപയ്ക്ക് മേടിച്ചു. 200 ഒരു ടിന്നാട്ടോ. അപ്പം 100 രൂപ വിലയുള്ളൂ. മൾട്ടി പർപ്പസ് എല്ലാ സാധനവും ഒട്ടിക്കുക. അപ്പോൾ ഇത് കൂടെ ഒരെണ്ണം മേടിച്ചു. അത് നമ്മുടെ ബോണറ്റെ ഒട്ടിക്കണം ഈ സാധനം. അതിൻ്റെ അതിൽ നിന്ന് ഞാനൊരു കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ സ്റ്റിയറിംഗ് കവർ അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീട്ടിലെ മെഷീനെ തന്നെ അമ്മ അടിച്ചു തരാമെന്ന് പറഞ്ഞു. ഒരു വിധത്തിൽ സമ്മതിച്ചെടുപ്പിച്ചു. എന്നിട്ട് ഞാൻ കാണിച്ചു തരാമേ. ഇവിടെ തയ്യൽ തുടങ്ങി. നമ്മൾ ഏകദേശം ഒരു സ്റ്റിയറിങ്ങിൻ്റെ രീതിയിൽ കട്ട് ചെയ്തെടുത്ത് തയ്ക്കുന്ന ഭാഗമാണ് കണ്ടത്. ഞാലി മേടിച്ചു. ഞാലി 1 മീറ്ററിന് 80 രൂപ വരുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു 2 മീറ്റർ ഞാലി മേടിച്ചിട്ടുണ്ട്. നമ്മൾ പേപ്പർ വെച്ച് അടിക്കണേ. കാരണം പേപ്പർ വെച്ച് അടിച്ചാൽ ഇച്ചിരി കട്ടി വരുമോ എന്നുള്ളതുകൊണ്ട് പേപ്പർ വെച്ച് അടിച്ചാൽ അതേ പിടിക്കുള്ളൂ. അത് കാരണം പേപ്പർ വെച്ച് അടിക്കുന്നത് കണ്ടോ. റെക്സ് മെഷീനാണ് ശരിക്കും അടിക്കുന്നത്. സാധാ മെഷീനായതുകൊണ്ടാണ് നമ്മൾ പേപ്പർ വെച്ച് അടിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് പിടിക്കുന്നുണ്ട്. ആഹാ, അടിപൊളി. നമ്മൾ ഉദ്ദേശിച്ച പോലെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിസ്സാര വിലയ്ക്ക് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇത് സംഭവം വിജയിച്ചു കഴിഞ്ഞാൽ, ആവശ്യക്കാർ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ നിങ്ങൾ പറയുന്ന കളറിൽ റെഡിയാക്കി തരുന്നതാണ്. ഇതിൻ്റെ പല കളറിലുള്ള റിക്സ് ഉണ്ട് കേട്ടോ. ഞാനിത് കറുപ്പിൽ മഞ്ഞ കളറാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വണ്ടിയിൽ മറ്റേ ബോണറ്റ് ചെയ്തിട്ടുണ്ട്, അത് കറുപ്പിൽ നീലയാണ്. അപ്പോൾ ഇത് ബാക്കി ബോണറ്റെ കൊണ്ട് ഒട്ടിക്കുകയും ചെയ്യാം എന്ന് ഓർത്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ മെഷീനിലും ഇതിൻ്റെ പ്രയോജനം കാണുമെന്ന് തെളിയിച്ചിരിക്കുകയാണ്. കാരണം നല്ല അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ നൂല്. സംഭവം എന്തായാലും നല്ല അടിപൊളിയായിട്ട് നോക്കി വേണ്ട. ഈ ഒരു കട്ടി ഉള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നല്ല അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട് നൂല്. പോകുമൊന്നുമില്ല, അത് ഉറപ്പാ. എന്തായാലും സംഭവം പൊള്ളിച്ച്